മാന്യ സുഹൃത്തുക്കളെ, ഇതുവരെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്തിട്ടിട്ട് എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. എൻ്റെ പേര് അബ്ദുൽ ഖാദർ. ഇതുവരയ്ക്കും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യമുണ്ട്. ഒരാൾ സിഗരറ്റ് വലിക്കുകയോ ബീഡി വലിക്കുകയോ ചെയ്താൽ അത് മാരക വിഷമാണ്, അത് പാടില്ല. അതുകൊണ്ട് ഒരുപാട് രോഗങ്ങളുണ്ടാവും. മനുഷ്യന് ക്യാൻസർ ബാധിക്കുന്ന ഏറ്റവും വലിയ കാരണം സിഗരറ്റാണ്, പുകയിലകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പബ്ലിസിറ്റി ഇന്ത്യയിലുടനീളം എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ വാഹനത്തിൻ്റെ പുകകൾ പരിശോധിക്കണം അങ്ങനെയാണ് എന്നുള്ളൊരു നിർദ്ദേശം പുതിയതായി വന്നിട്ടുണ്ട്. ഒരു വർഷത്തിൽ നമ്മളെ നാട്ടിൽ മാരക വിഷങ്ങളടങ്ങിയ പടക്കങ്ങൾ പൊട്ടിക്കുന്നതിന് വല്ല നിബന്ധനകളും ഇതുവരെ വെച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു. എത്രമാത്രം പുകയാണ് അതിൽ നിന്നും വരുന്നത്. ഓരോ വിഷുവിനും ഓണത്തിനും അതുപോലെ തന്നെ പെരുന്നാളിന് പെരിയ പെരിയ ഉത്സവങ്ങളിൽ വലിയ കല്യാണങ്ങളിൽ എന്ന് മാത്രമല്ല ദീപാവലിക്ക്, പൊങ്ങലിന്, ക്രിസ്മസിന്, ഇങ്ങനെ പറയുന്ന എല്ലാ ഉത്സവങ്ങൾക്കും എല്ലാ നല്ല നാളുകളിലും ഈ പടക്കം വാങ്ങി പൊട്ടിക്കുന്നുണ്ട്. ഇതിൽ നിന്നും വരുന്ന മാരക വിഷങ്ങൾ അതെവിടെ പോകണം? നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ തന്നെയല്ലേ അത് അടങ്ങിയിരിക്കുന്നത്. ഇത് ശ്വസിച്ചാൽ വരുന്ന അസുഖങ്ങളെക്കുറിച്ചോ മറ്റോ ആരെങ്കിലും ഇന്ന് വരെ പ്രതികരിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിച്ച് നോക്കുക. പുക നല്ലതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു വളപ്പിൽ പോലും ഇന്ന് മാലിന്യങ്ങൾ നമ്മളുടെ വളപ്പിലിട്ട് കത്തിക്കാൻ പോലും നമുക്ക് അധികാരമില്ല. കൂടുതലായി വരുന്നതും ഈ മരങ്ങളിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന ഇലകളാണ്. അത് നമ്മളെ വളപ്പിലിട്ട് കത്തിക്കരുത് എന്നുള്ള വരെ നിബന്ധനകളായി വന്നിട്ടുണ്ട് കർശനമായിട്ടും. അത് പുക മാലിന്യമാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ മാതിരി പുക അത് ജനങ്ങൾക്ക് ദോഷം ചെയ്യുന്നതല്ല. അത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ ഒരു പുകയാണ്. ഈ നമ്മളുടെ വളപ്പുകളിൽ വീഴുന്ന ഇലകളുടെ പുക എന്ന് പറഞ്ഞാൽ അതിലൊരുപാട് സത്തുക്കളും ഒരുപാട് വിഷാംശങ്ങളെ അകറ്റുന്നതുമായിട്ടുള്ള കുറേ രാസവസ്തുക്കൾ അതിലടങ്ങിയിട്ടുണ്ട്. ഇത് പലരും പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പല തെളിവുകളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ എന്നാലും ഇതിനെല്ലാം തന്നെ നിരോധന മേഖലയാണ് ഇപ്പോൾ ഉള്ളത്. നിരോധനമില്ലാത്തൊരൊറ്റ കാര്യമാണ് പടക്കം. ബോംബ് ഉണ്ടാക്കുന്ന പല രാസവസ്തുക്കൾ ചേർത്തിട്ടാണ്